റിപ്പോർട്ട് ബ്രേക്കിംഗ്. പാലാ നഗരസഭാ ഭരണം UDFന് നഷ്ടമായി. നഗരസഭാ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയത്തെ 4 കോൺഗ്രസ് കൌൺസിലർമാരും ഒരു സ്വതന്ത്ര അംഗവും അടക്കം 17 പേർ പിന്തുണച്ചു. നേതൃത്വം നൽകിയ വിപ്പ് മറികടന്നാണ് കോൺഗ്രസ് കൌൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണച്ചത്. മായ രാഹുൽ പുതിയ ചെയർപേഴ്സണാകും. അതേസമയം അഴിമതിക്ക് വഴങ്ങിയിട്ടില്ല എന്ന് ദിയ പുളിക്കകണ്ഠം പ്രതികരിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കത് തെളിയിക്കാനായില്ല എന്നും മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ ദിയ പുളിക്കകണ്ഠം പറയുന്നു. സ്വതന്ത്ര മുന്നണി UDF നേതൃത്വത്തെ വഞ്ചിച്ചുവെന്നും ഇതിനുള്ള മറുപടിയാണ് നൽകിയെന്നുമാണ് കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതികരണം. അനിശ്ചിതത്വം ഒന്നും ഉണ്ടാവില്ല. ഭരണം മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. പ്രതികരണം മുഴുവനും കേട്ടുവല്ലോ നിങ്ങൾ. അതിനപ്പുറം എനിക്ക് യാതൊന്നും പറയാനില്ല. എന്തുകൊണ്ട് എങ്ങനെ UDFകാരായി ഇവർ സ്വതന്ത്ര മുന്നണിയാണ്? UDFകാരെ അല്ല വഞ്ചിച്ചത്. UDFകാരായി ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYPക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയോജകത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചവിട്ടിമതിക്കുമായിരുന്നു. ആ ചവിട്ടിമതിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ഞങ്ങളുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിത്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിൽ വീരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള നടപടിയാണ് എടുത്തതെന്നാണ് ഇപ്പോൾ വിമതർ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ UDFന്റെ ഭരണം നഷ്ടമായി, ഭരണസമിതി വീണു എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ സാധിക്കുമോ? ഇനി വരാനിരിക്കുന്നത് സ്വതന്ത്രാംഗത്തെ പിന്തുണച്ചുകൊണ്ട് UDFന്റെ തന്നെ ഭരണസമിതിയാണോ അതോ LDFന് മേൽക്കൈ ലഭിക്കുമോ? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഖിൽ? അതായത് സ്മൃതി, ഇതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ പ്രതിപക്ഷ, അതായത് LDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബിജു പാലുപ്പടവന്റെ പ്രതികരണം കൂടി എടുത്തിരുന്നു. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട് LDFന് ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, LDF പ്രതിപക്ഷത്തായിരിക്കും. പക്ഷേ ബാലയുടെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആളുകൾക്കൊപ്പം അവരെ പിന്തുണയ്ക്കും, അവർക്കുള്ള പിന്തുണ നൽകും. അതോടൊപ്പം തന്നെ പ്രാദേശികമായ വിഷയമാണ് ഇത്. പ്രാദേശികമായി തീരുമാനമെടുത്തോളാൻ പാർട്ടി നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗം കൂടിയായിട്ടുള്ള ബിജു പാലുപ്പടവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മായരാവിലെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കും എന്ന് തന്നെ പറയാതെ കൃത്യമായി പറഞ്ഞു വെച്ചു പോവുകയാണ് ബിജു പാലുപ്പടവൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് സ്വാഭാവികമായും ഇവരും പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറഞ്ഞത്. അതായത് ഈ നേതൃത്വം, അതായത് DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുടെ ഈ ഇത്തരത്തിൽ വിപ്പ് നൽകിയപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരുന്നത് ഈ കോൺഗ്രസ് കൗൺസിലർ ഉന്നയിച്ച കാലം വളരെ ഗൗരവമായി തന്നെ കാണും. ഇപ്പോഴുള്ള ഈ വിപ്പ് നൽകുന്നത് LDF ഈ അവസരം മുതലെടുക്കാനിരിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുമെന്നാണ്. നിലവിൽ ഇപ്പോൾ ചെയർപേഴ്സണെതിരെ മാത്രമാണ് അവിശ്വാസം പാസ്സായിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ അവിടെയുണ്ട്. ഈ ഇത്തരത്തിൽ അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവിടെ തന്നെ ഉണ്ട്. വൈസ് ചെയർപേഴ്സണെതിരെയാണ് അവിശ്വാസം കൊടുത്തത്. ചെയർപേഴ്സണെതിരെ അവിശ്വാസം മാത്രമാണ്. ചെയർപേഴ്സന്റെ പദവി അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ പദവി മാത്രമാണ് പോകുന്നത്. അതായത് നിലവിൽ സത്യം പറഞ്ഞു നോക്കുമ്പോൾ UDFന്റെ ഭരണത്തിൽ വൈസ് ചെയർപേഴ്സൺ അവിടെയുണ്ട്. അതായത് നാഥനില്ല, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഇല്ല എന്നുള്ളത് മാത്രം. വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, മറ്റ് കമ്മിറ്റികളുടെ അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൗൺസിലർമാർ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി അടുത്തത് ചെയർപേഴ്സനെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക അല്ലെങ്കിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വിഷയം വൈകാതെ തന്നെ ഉണ്ടാകും. ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ അത് ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. പിന്നീട് അതിൽ ആര് കൈമാറ്റം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മായ രാഹുൽ ഇതിൽ നോമിനേഷൻ നൽകുമ്പോൾ അതിൽ LDF പിന്തുണയ്ക്കുമെന്നുള്ളതാണ്. പിന്തുണയ്ക്കും എന്ന് പറയാതെ തന്നെ പറഞ്ഞു വെച്ചു പോകുന്ന പ്രതികരണമാണ് LDF നേതാക്കളുടെ ഭാഗത്തും ഇതിന് തൊട്ട് പിന്നാലെ. കുടുംബത്തിന്റെ അപ്രമാദിത്വത്തിനെതിരെ എന്ന രൂപത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങളും പ്രതികരിച്ചതാലും ഭരണസമിതി വീണിരിക്കുന്നു, ഭരണം താഴെ പോയിരിക്കുന്നു.